പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാളം ബിഗ് ബോസ് സീസണിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരാർത്ഥി എവിക്റ്റായി പോകുന്നതിന് മുൻപ് ഇത്തരം സംഗതികൾ അരങ്ങേറുന്നത്. ഇവിടെ എവിക്റ്റായി പോയത് ഇന്ന് ഒനിയൽ സാബുവാണ്. ഒനിയൽ സാബു എവിക്റ്റായി പോകും എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ പോളുകളായാലും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ ഏറ്റവും പുറകിൽ, അതായത് 8 മത്സരാർത്ഥികളാണ് എവിക്ഷൻ പ്രക്രിയ നേരിട്ടതിൽ. അതിൽ 8ാം സ്ഥാനത്ത് വോട്ടിങ്ങോട് നിന്നത് ഒനിയൽ സാബു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒനിയൽ സാബു പുറത്താവുന്നതിൽ വലിയ അതിശയമൊന്നും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കില്ലായിരുന്നു. എന്നാൽ ഒനിയൽ സാബു പുറത്താവുന്നതിന് മുൻപ് അവിടെ അക്ബറും ഒനിയൽ സാബുവും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുകയുണ്ടായി. ഇത് ലാലേട്ടൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ തന്നെയാണ് ഈ വഴക്കിന് വേണ്ടിയിട്ടൊരു അവിടെ ഇട്ട് കൊടുത്തതും ഒരു സീൻ കാണിച്ചതും. ഒനിയലും അക്ബറും ആര്യൻ ജിസേൽ ഇവരുമായുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അക്ബർ വീണ്ടും ജിസേലിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പിന്നീട് ഒനിയൽ ജിസേലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഇവർക്കിടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അക്ബറിൻ്റെ ഇരട്ടത്താപ്പാണെന്നൊക്കെ പറഞ്ഞ് ഒനിയൽ സാബു അങ്ങോട്ട് വഴക്കുണ്ടാക്കി. അക്ബർ നേരെ തിരിച്ച് ഒനിയൽ സാബുവിൻ്റെ അടുത്തേക്ക് വഴക്കുണ്ടാക്കി. ഈ വഴക്കിന് ശേഷമാണ് ഒരു എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകുന്നതും ഒനിയൽ സാബു ഔട്ടാവുന്നതും. ഒരു മത്സരാർത്ഥി ഔട്ടാവുന്നതിന് മുൻപ് ഇത്തരം വഴക്ക് നടക്കുന്നത്, ആ മത്സരാർത്ഥിയായി ബന്ധപ്പെട്ടൊരു വഴക്ക് നടക്കുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഒനിയൽ സാബുവാണ് ആദ്യം ഇന്ന് എവിക്റ്റായി പോകുന്നത്. നാളെയാണ് ജിസേലിൻ്റെ എവിക്ഷൻ പ്രക്രിയ.